സമുദ്രതീരം രാജ്യാതിർത്തിയായി കിട്ടിയതാണ് സാമൂതിരിയുടെ നേട്ടം. കോഴിക്കോട് തുറമുഖം കല്ലായിൽ നിന്നാണ് ആരംഭിക്കുന്നത്. തെക്ക് ബേപ്പൂർ അഴിമുഖം വരെയും വടക്ക് കോരപ്പുഴ അഴിമുഖം വരെയും ഈ തുറമുഖം വ്യാപിച്ചിരുന്നു. സാമൂതിരിയുടെ ഇഷ്ടപ്രജകളായിരുന്നു കുഞ്ഞാലിമരക്കാരും അദ്ദേഹത്തെ പിന്തുണച്ച മുസ്ലിങ്ങളും. വെള്ളിയാഴ്ച പള്ളിയിൽ പോകാത്ത മുസ്ലിങ്ങളെ സാമൂതിരി അന്ന് ശിക്ഷിച്ചിരുന്നു. 13-ാം നൂറ്റാണ്ടിൽ കുറ്റിച്ചിറയിലെ മുച്ചുന്തിര പള്ളിയുടെ നടത്തിപ്പിന് സാമൂതിരി പണം നൽകിയ ശിലാരേഖ ഇന്നും ആ പള്ളിയിൽ ഉണ്ടെന്നാണ് ഹിസ്റ്ററി. ഞാൻ കണ്ടിട്ടില്ല, ഉണ്ട്. മുസ്ലിം മത മേധാവി കാസി ഇതിനെ നിശ്ചയിച്ചിരുന്നത് സാമൂതിരിയായിരുന്നു. രാജസദസ്സിൽ കാസിയെ ക്ഷണിച്ചിരുന്നു. മുസ്ലിം കുറ്റവാളികളെ ശരീരപ്രകാരമുള്ള ശിക്ഷ ആയിരുന്നു വിധിച്ചിരുന്നത്. അത് കാസിയുടെ അനുവാദപ്രകാരം നടപ്പാക്കിയിരുന്നു. കോഴിക്കോട് തുറമുഖത്തിന്റെ അധികാരം കോയമാർക്കായിരുന്നു. ഷാബന്തർ കോയ എന്ന സ്ഥാനപ്പേര് നൽകി അധികാരവും ഇമ്പോർട്ട് എക്സ്പോർട്ട് ഉത്തരവാദിത്വവും കോയ സമൂഹത്തിന് നൽകിയിരുന്നു. കോഴിക്കോടങ്ങാടിയുടെ മൊത്തം മേൽക്കോയ്മയും കോയമാർക്കായിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ മേധാവിത്വം വരുന്നവരെ കോഴിക്കോട്ടെ വ്യാപാര കുത്തക 3 നൂറ്റാണ്ടോളം കോയമാർ കൈയടക്കിയിരുന്നു. ഒരു കപ്പലിൽ വരുന്ന മുഴുവൻ ചരക്കും വാങ്ങുവാൻ കൽപ്പുള്ള നാട്ടു മുസ്ലിം കച്ചവടക്കാർ അന്ന് കോഴിക്കോട്ടുണ്ടായിരുന്നു. ഈ കോയക്കുണ്ടായിരുന്നവർ സമ്പന്നരായ കോയമാർ 15-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ കോഴിക്കോട്ടെ സമ്പന്നരായിരുന്നു കോയപ്പക്കിയും ആക്കോയപ്പക്കിയും. ഇവര് തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് ഈ വാസ്കോഡി ഗാമ എൻട്രി ചെയ്യുന്നത്. ഗാമയുടെ വരവ് സുഗന്ധദ്രവ്യങ്ങളുടെയും കുരുമുളകിന്റെയും നാടായ കോഴിക്കോട്ടു നിന്നും അറബികൾ സമാഹരിച്ച ചരക്കുകൾ യൂറോപ്പിൽ വിറ്റഴിച്ചത് സമ്പന്നരായതോടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ പറുദീസ കീഴടക്കാൻ തീരുമാനിച്ചു. 14-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ സ്പാനിഷ് സ്വദേശിയായ നിക്കോളാസ് കോണ്ടിയിൽ നിന്നാണ് യൂറോപ്പ് കോഴിക്കോടിനെ കുറിച്ച് അറിയുന്നത്. അദ്ദേഹം പറയുന്ന കമന്റ് ഇതാണ്: മഹത്തായ ഒരു നഗരം, കുന്തിരിക്കവും കുരുമുളകും ഏലം, ഇഞ്ചി, ഗ്രാമ്പു, ചന്ദനം തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളും രത്നങ്ങളുമുള്ള നാട്, അതാണ് കോഴിക്കോട്. 947 ജൂലൈ 8-ന് 3 കപ്പലുകളുമായി വാസ്കോഡി ഗാമയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഇമ്മാനുവേൽ രാജാവിന്റെ അനുഗ്രഹത്തോടെ, പോർച്ചുഗൽ രാജാവായിരുന്നു, അനുഗ്രഹത്തോടെ പോർച്ചുഗലിൽ നിന്ന് പുറപ്പെട്ടു. ഗാമയുടെ കപ്പലിന്റെ പേർ സാവോ ഗബ്രിയേൽ എന്നാണ്. 3 വർഷത്തെ ഭക്ഷണ സാധനങ്ങളുമായി മൊറോക്കോ തീരങ്ങൾ താണ്ടി ആഫ്രിക്കൻ വൻകരയിലെ മലിന്തയിൽ ഇവർ എത്തി. മലിന്തയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഗാമയ്ക്ക് വഴിതെറ്റുകയാണ്. പിന്നീട് എങ്ങനെയാണ് ഇങ്ങോട്ട് വരേണ്ടതെന്ന് അറിയാൻ പാടില്ല. അപ്പൊ ആ സമയത്ത് മലിന്തയിലെ രാജാവിന്റെ സഹായത്തിൽ സഹാബ്ദീൻ അഹമ്മദ് ഇബ്നു മാജിദ് എന്ന മുസ്ലിം നാവികനാണ് യൂറോപ്യർക്ക് അജ്ഞാതവും അറബികൾക്ക് സുപരിചിതവുമായ ഈ വഴി കാട്ടിക്കൊടുത്തത്. അദ്ദേഹത്തിന്റെ കമന്റ്: തീരക്കടലിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ നീണ്ട പർവ്വത ശിഖരങ്ങൾ കാണാം. അവിടുന്ന് സഞ്ചരിച്ചാൽ ഒരു ചെറിയ ഉൾക്കടലിനകത്ത് ഓലമേഞ്ഞ അനേകം വീടുകൾ ചിന്നിച്ചുതറി കിടക്കുന്നു. പട്ടണം കാണാം. അതാണ് ലോകപ്രശസ്തമായ കോഴിക്കോട്. ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് ഇൻ ദാറ്റ് പീരിയഡ്. 1498 മെയ് 21-ന് കോഴിക്കോടിന് സമീപം പന്തലായിനി വ്യാപാര കേന്ദ്ര തീരത്ത് ഈ വാസ്കോഡി ഗാമയുടെ കപ്പൽ നങ്കൂരമിട്ടു. അത് കഴിഞ്ഞിട്ട് കുറെ സംഭവങ്ങളുണ്ട്, ഞാനത് ഇതിനകത്ത് ചേർത്തിട്ടില്ല. മെയ് 28-ന് ഗാമയും 12 അനുചരന്മാരും സാമൂതിരി ഏർപ്പാട് ചെയ്ത തോണിയിൽ കയറി കപ്പാട് കടൽ തീരത്തെത്തി. 2000 ഭടന്മാരുടെ അകമ്പടിയോടുകൂടി വാദ്യമേളങ്ങളോടുകൂടി നല്ല രാജോചിതമായ ഒരു സ്വീകരണമാണ് വാസ്കോഡി ഗാമയ്ക്ക് അന്ന് സാമൂതിരി കൊടുത്തത്. അന്ന് ഈ സാമൂതിരിയുടെ വാസ്കോഡി ഗാമയുടെ കപ്പലിൽ വന്നപ്പോൾ വ്യത്യസ്തമായ വേഷ സംവിധാനമുള്ള ആളുകളെ ഈ മത്സ്യബന്ധന തൊഴിലാളികളാണ് തിരിച്ചറിയുന്നത്. അവരാണ് ഇത് കരയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വലിയ കപ്പൽ വന്ന് പുറങ്ങളിൽ നങ്കൂര വിടുന്നു. ആ ഡോക്യുമെന്റ്സ്, ഈ ഇൻഫർമേഷൻസ് കിട്ടിയപ്പോൾ സാമൂതിരിക്ക് അന്ന് വരെ അറബികളുമായിട്ട് മാത്രമേ കച്ചവടമുള്ളൂ. അപ്പൊ വേറൊരു വിദേശ രാജ്യവും നമ്മുടെ നാട്ടുരാജ്യവുമായി കച്ചവടം ചെയ്യാൻ വരുന്നു. അപ്പൊ കൂടുതൽ പണം ഉണ്ടാക്കാമെന്നൊരു മോഹം സാമൂതിരിയിൽ ഉണ്ടാകുന്നു. അവിടെയാണ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പില് ഉള്ള ചർച്ചകൾ, ബാർഗനിങ് ചർച്ചകൾ ഈ ഗാമയുമായിട്ട് നടക്കുന്നത്. അപ്പൊ ഗാമ സാർ പറഞ്ഞതുപോലെ, നമ്മുടെ ബഷീർ സാർ പറഞ്ഞതുപോലെ വെൽ പ്രിപ്പയർഡ് ആയിട്ടും ഹോംവർക്ക് ചെയ്ത് വന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ അറബികൾക്കെതിരെ ഗാമ ഉടമ്പടി വെക്കാൻ സാമൂതിരിയോട് കൊടുത്ത ആദ്യത്തെ ആർഗ്യുമെന്റ് അതായിരുന്നു. അറബികളുടെ ഇപ്പൊ നിലവിലിരിക്കുന്ന വ്യാപാര കുത്തക അവസാനിപ്പിക്കുകയും യൂറോപ്യൻ രാജ്യങ്ങളുമായി, പോർച്ചുഗലുമായിട്ട്, പോർച്ചുഗീസ് രാജാവിന്റെ പ്രതിനിധിയായി ഞങ്ങളുമായിട്ട് ഈ കരാർ വെക്കണം, അവർ തരുന്നതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് ഞങ്ങൾ പ്രോഡക്റ്റ് എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ സാമൂതിരി ആദ്യത്തെ ചർച്ചയിൽ സാമൂതിരി എടുത്ത നിലപാട് രണ്ടുപേരെയും തമ്മിൽ, അതായത് നമുക്കൊരു പ്രോഡക്റ്റ് വിൽക്കാനുണ്ട്, മാർക്കറ്റിൽ ചെന്നിട്ട് രണ്ടുപേരോടും പ്രോഡക്റ്റ് കൊടുക്കാറുണ്ട്, കൂടുതൽ വില തരുന്ന ആളിന് കൊടുക്കാം. അപ്പൊ അവരെയും പിണക്കാതെ ഇവരെയും പിണക്കാതെ രണ്ടുപേർക്കും ഓപ്പണിംഗ് കൊടുക്കുന്ന ഒരു തന്ത്രമാണ് അന്ന് സാമൂതിരി ആദ്യത്തെ ഡിസ്കഷൻ സ്വീകരിച്ചത്. അന്ന് അറബി കച്ചവടക്കാർ പറഞ്ഞ ഒരു വാചകമുണ്ട്. ഇതാണ് ഹിസ്റ്ററിയിലെ
ഈ ചരിത്രം പഠിക്കുമ്പോൾ നമ്മളെ സ്പർശിക്കുന്ന ഒരു ഭാഗം. അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ അന്നത്തെ കോവിലങ്ങളിലെ ഇവരുമായി കല്യാണമൊക്കെ കഴിച്ച് അവിടെ വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരുന്ന ഈ അറബ് കച്ചവടക്കാർ നമ്മുടെ നാട്ടിലെ സമൂഹവുമായി ഇഴുകിച്ചേർന്നിരുന്നു. അതായത് നമ്മുടെ നാട്ടിലെ ഒരു പൗരൻ, ഇന്ന് നമ്മളിവിടെ താമസിക്കുന്ന ഒരു പ്രതിനിധി അന്ന് അറബ്സ് നമ്മുടെ കോഴിക്കോട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥത ഉള്ള മീനിങ്. അന്ന് അവർ നമ്മുടെ നാട്ടുകാരോട് പറഞ്ഞ സെന്റൻസ് ആണ്, ഞങ്ങൾ കച്ചവടത്തിന് വന്നവരാണ്, നിങ്ങളുടെ നാട് പിടിക്കാൻ വന്നവരല്ല. യൂറോപ്യന്മാർ അങ്ങനെയല്ല, അവർക്ക് കച്ചവടവും നിങ്ങളുടെ നാടും വേണം, ഇത് നിങ്ങൾ രാജസന്നിധിയിൽ പറയുക. ഇത് അറബ് ട്രേഡേഴ്സ് നമ്മുടെ നാട്ടിൽ പറഞ്ഞപ്പോ അത് ഉൾക്കൊള്ളുവാൻ അന്നത്തെ ഭരണാധികാര നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇന്ത്യ ചരിത്രത്തിലെ അല്ലെങ്കിൽ കേരള ചരിത്രത്തിലെയോ മലബാർ ചരിത്രത്തിലെയോ നമ്മൾ ഇന്നും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. വാസ്തവത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയും അറബ് കമ്മ്യൂണിറ്റി കേരളത്തിന് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് സോളമന്റെ പീരീഡിൽ കേരളത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ എൻട്രി ചെയ്യിക്കുവാൻ ഇന്ന് ഷെയ്ഖ് മുഹമ്മദ് ദുബായിലെ വേൾഡിലെ ഒരു ഗ്ലോബൽ ഹബ്ബായി അറിയിക്കുന്നത് പോലെ സോളമൻ രാജാവിന്റെ കാലഘട്ടത്തിൽ മലബാർ തീരത്തെ യൂറോപ്യൻ സദസ്സുകളിൽ എൻട്രി ചെയ്യിക്കുവാൻ കഴിഞ്ഞ ഒരു കൊമേഴ്സ്യൽ ഏജന്റ് കമ്മ്യൂണിറ്റിയാണ് ഇവിടുത്തെ അറബ് സമൂഹം, പേർഷ്യൻ സമൂഹം. മാത്രമല്ല, പേർഷ്യൻ സമൂഹം. ആ പേർഷ്യൻ സമൂഹത്തിന്റെ അനുഗ്രഹാശംസകൾ ഇന്ന് ഞാനും നിങ്ങളും അടക്കുന്ന ആളുകൾ ഇന്നും സ്വീകരിക്കുകയാണ്. ഇന്നും കേരളത്തിന്റെ സമ്പദ്ഘടനയെ ചലിപ്പിക്കുന്നത് വാസ്തവത്തിൽ ഈ പേർഷ്യൻ നാടുകളുടെ സമ്പത്താണ്. വാസ്തവത്തിൽ നമ്മുടെ ഭരണാധികാരികൾക്ക് ഇന്നും യൂറോപ്യൻ കമ്മ്യൂണിറ്റിക്ക് നമ്മൾ കൊടുത്ത അല്ലെങ്കിൽ റെസ്പെക്ടിന്റെ 10% 10% ഈ നമ്മളെ ലോക സമൂഹത്തിൽ അറിയിച്ച ഈ അറബ് കമ്മ്യൂണിറ്റിയിലെ ലീഡേഴ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തിരുന്നുവെങ്കിൽ കേരള സമൂഹത്തിന്റെ അല്ലെങ്കിൽ മലബാറിന്റെ ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം വേറൊരു മേഖലയിലേക്ക് മാറുമായിരുന്നു എന്ന് ഞാൻ പറയുകയാണ്. ഒരിക്കൽ പോലും യുദ്ധം അല്ലെങ്കിൽ പടക്കോപ്പുകളുമായി അറബികൾ കേരളത്തിന്റെ തീരങ്ങളിൽ വന്നിട്ടില്ല. അവർ പണവുമായി വന്നു, അവർ നമ്മുടെ സമ്പത്ത് വാങ്ങി, അവർ നമ്മുടെ കുരുമുളക് വാങ്ങി, നമ്മുടെ ഇഞ്ചി വാങ്ങി, ആ സാധനങ്ങൾ മുഴുവൻ പ്രോഡക്റ്റായി മാർക്കറ്റ് ചെയ്തു. നമ്മളും സമ്പന്നരായി, അവരും സമ്പന്നരായി. എത്ര മനോഹരമായ ഒരു റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇന്നത്തെ നമ്മുടെ ഭരണാധികാരികളുടെ നേതൃത്വത്തിലോ യൂണിവേഴ്സിറ്റി തലത്തിലെ നേതൃത്വത്തിലോ ഇന്നത്തെ നമ്മുടെ സംഘടനാ നേതൃത്വത്തിന്റെ തലത്തിലോ കാര്യമായ ചർച്ചകൾ ഇത്രയും വർഷങ്ങളുടെ ചരിത്രരേഖകൾ നമ്മുടെ ആർക്കൈവ്സിലും നമ്മുടെ യൂണിവേഴ്സിറ്റി ലൈബ്രറികളിലും ഒക്കെ ഉറങ്ങിക്കിടന്നിട്ടും പറയുവാൻ തന്റെ ഇടം കാണിക്കുവാൻ നമ്മുടെ ഒരു ചരിത്രകാരന്മാർക്കും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതാണ് നമ്മളിവിടെ ഇരുന്ന് തിരിച്ചറിയുന്നത്. എന്നെ സ്പർശിച്ച ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് ആണ്. വാസ്തവത്തിൽ ഇതിനൊരു ഒരു അറബി പരിഭാഷ ഞാനിതൊരു പുസ്തക രൂപത്തിൽ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. ഒരു അറബിക് പരിഭാഷ ഈ രീതിയിൽ തന്നെ അവരെ അറിയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ ഈ ഡോക്യുമെന്റിനെ ബേസ് ചെയ്ത് മറ്റൊന്ന്, സാമൂതിരി ഗാമയുമായി ഉടമ്പടി ഉണ്ടാക്കി. 1498 നവംബർ 20 ഗാമ തിരിച്ചു പോവുകയാണ്. അപ്പൊ ഫസ്റ്റിലെ ഗാമയുടെ വരവിൽ ഗാമ പരമാവധി സാധനങ്ങളെല്ലാം അവിടെ നിന്ന് കളക്ട് ചെയ്ത് പണം കൊടുത്തു. പക്ഷെ കരാർ ഉണ്ടാക്കിയത് ഇത്ര മാത്രമേ ഉള്ളൂ. അന്ന് സാമൂതിരി പറഞ്ഞു, നിങ്ങൾക്കും അവകാശമുണ്ട്, അറബ്സിനും ഇവിടെ ട്രേഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ചുങ്കം നിങ്ങളുടെ കപ്പലുകളെല്ലാം എനിക്ക് തന്നു. അന്ന് സാമൂതിരിയോട് വാസ്കോ ഡ ഗാമ പറഞ്ഞു, ചുങ്കം തരാൻ പറ്റും. അപ്പൊ അതല്ല, ഇവരുടെ കപ്പൽ പോകണമെന്ന് വരി അന്ന് സാമൂതിരി അന്നത്തെ കാലത്ത് നിശ്ചയിച്ചിരുന്ന ഈ പണം, അതിന് തുല്യമായ പണം ചുങ്കമായി തരണം എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് കപ്പൽ ഒന്ന് തിരിച്ചുവിട്ടത്. അപ്പൊ ഫസ്റ്റ് റിലേഷൻഷിപ്പിലുള്ള ഈ സംഭവങ്ങൾ ഇവിടം വരെയായിരുന്നു. ഇതോടുകൂടി തന്നെ നിലവിലിരുന്ന അറബ് കച്ചവടക്കാരും പോർച്ചുഗീസ് കച്ചവടക്കാരും തമ്മിലുള്ള സംഘർഷം നമ്മുടെ കോഴിക്കോട് കടപ്പുറത്ത് ആരംഭിച്ചു കഴിഞ്ഞു. സാമൂതിരി അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്ന കബ്രാളാണ്. 1500 സെപ്റ്റംബർ 13 കബ്രാൾ ശക്തനായി കോഴിക്കോട്ടെത്തുകയാണ്. ഈ കബ്രാൾ വരുമ്പോൾ സൈന്യത്തോടു കൂടിയാണ് വരുന്നത്. ഈ ആദ്യം ഗാമ വരുമ്പോഴും അവരുടെ അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു, രഹസ്യ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കബ്രാൾ വരുന്നത് നല്ല വെൽ ഓറിയന്റഡ് ആയിട്ടാണ് കബ്രാൾ തിരിച്ചു വരുന്നത്. കബ്രാളിന് അങ്ങനെ ഒരു വരവിനുള്ള കാരണം ഈ ഗാമ ഇവിടുന്ന് കൊണ്ടുപോയ ഈ പ്രോഡക്റ്റുകൾ അവിടെ വിറ്റടിച്ചപ്പോ ഗാമയ്ക്ക് ഇങ്ങോട്ട് വരാൻ ചെലവാക്കിയതിന്റെ 60 ഇരട്ടി പണം ഈ പ്രോഡക്റ്റ് അവിടെ വിറ്റപ്പോൾ കിട്ടിയെന്നാണ്.
അപ്പൊ കൂടുതൽ ഇവിടുന്ന് അടിച്ചു മാറ്റാം എന്നുള്ള ചിന്തയോടുകൂടി ഈ രാജ്യം തന്നെ പിടിച്ചെടുക്കാം എന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് കബ്രാളിന്റെ ഈ ഹോംവർക്കോടുകൂടിയുള്ള വരവ്. ഇതായിരുന്നു നമ്പൂതിരി കോഴിക്കോട് പണ്ടകശാല കെട്ടാൻ ഈ കബ്രാളുമായിട്ട് ചർച്ച നടത്തി അനുവാദം കൊടുക്കുന്നു. ആക്കോയപ്പക്കിയെ കരാർ നടപ്പാക്കാൻ ഇതിലും നിയമിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, കോയപ്പക്കിയും ആക്കോയപ്പക്കിയും രണ്ട് സമ്പന്നരായ കോഴിക്കോട് തുറമുഖത്തെ നാട്ടുപ്രമുഖന്മാരായിരുന്നു. ഇവരിൽ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ ഇതിലൊരാളെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന യൂറോപ്യൻ സ്ട്രാറ്റജി അവിടെ പ്രയോഗിച്ചിട്ട് ഇവർക്ക് പണം കൊടുക്കുകയും ഈ ആക്കോയപ്പക്കിയെ ഈ സാമൂതിരി ഉണ്ടാക്കിയ ഈ കരാർ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഗ്രൗണ്ട് സപ്പോർട്ട് ഒരുക്കാനുള്ള സംവിധാനം കൊടുക്കും. അതിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് അങ്ങാടിയിലെ കടപ്പുറത്തുള്ള ചില പണ്ടകശാലകൾ ഈ ആക്കോയപ്പക്കിയാണ് ഈ വാസ്കോഡിഗാമയുടെ കബ്രാളിന്റെ കൂട്ടർക്ക് പോർച്ചുഗീസുകാർക്ക് കൊടുക്കുന്നത്, വില വെച്ച് കൊടുക്കുന്നു. നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് ഒരു ലാൻഡിലെ വില്ല എടുക്കുന്നു, അല്ലെങ്കിൽ ഇതെടുക്കുന്ന പോലെ, അല്ലെങ്കിൽ വെയർ ഹൗസ് എടുക്കുന്നത് പോലെ അന്ന് കൊടുക്കുകയാണ്. ഇതോടുകൂടി കടപ്പുറത്ത് ഇവർക്കൊരു ലാൻഡ് സ്റ്റേഷൻ ഉണ്ടായി. കോഴിക്കോട് കടപ്പുറത്ത് ഒരു ലാൻഡ് സ്റ്റേഷൻ ഉണ്ടായി. ഈ സമയത്ത് ആണ് ഈ സാമൂതിരിയുടെ അനുഗ്രഹാശംസയോടുകൂടിയാണ് ഇവിടെ ലാൻഡിൽ എൻ്റർ ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെ വാസ്തവത്തിൽ കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിലുള്ള ആ ടീമുമായിട്ട് ശീതസമരം സാമൂതിരി ആരംഭിച്ചു കഴിഞ്ഞു. വാസ്തവത്തിൽ ഒരു ഡയറക്റ്റ് ഒരു ആർഗ്യുമെന്റ് ഇല്ലെങ്കിലും മാനസികമായി രണ്ട് അഭിപ്രായ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ഈ അറബ് കച്ചവടക്കാരെ അവർ ഉപദ്രവിക്കുന്നില്ല. പക്ഷെ ഈ എൻട്രി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ മറ്റ് രാജ്യത്തു നിന്ന് വന്ന ഒറ്റപ്പെട്ട് വരുന്ന ചൈനയിൽ നിന്നൊക്കെ വരുന്ന സിംഗിളായിട്ട് വരുന്ന കച്ചവടക്കാരെയൊക്കെ ഇവര് ആളുകളെ ഉപയോഗിച്ച്, നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിക്കുന്നത് പോലെ അത്തരം കൊട്ടേഷൻ സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ വളക്കൂർ ഒരുക്കിയത് ഈ ആക്കോയപ്പക്കിയാണെന്നാണ് ശ്രീധര മേനോൻ സാറിന്റെ കമന്റ്. ഇതൊക്കെ ഒരു പഴയ സംഭവങ്ങളായതുകൊണ്ട് നമുക്ക് ഹിസ്റ്റോറിയൻസ് പറയുന്നത് നമ്മുടെ കേൾക്കുകയും റിക്കാർഡ്സിനെ ബേസ് ചെയ്ത് പറയുള്ളൂ. എനിവേ, ഇതോടെ അറബികളും പറങ്കികളും രണ്ട് ചേരിയിലായി. കുഞ്ഞാലി മരക്കാർ അറബികൾക്കൊപ്പം നിന്നു. കടപ്പുറത്തെ കുടിലുകളും പണ്ടകശാലകളും പറങ്കികൾ തീയിട്ടു. ഇതാണ് ആദ്യം നടക്കുന്ന അറ്റാക്ക്. ഇതോടെ പരസ്പരം അക്രമം ആരംഭിച്ചു. 1500 ഡിസംബർ 20 കബ്രാളിന് ഓടേണ്ടി വന്നു. ഈ കബ്രാളിനെ 1500 ഡിസംബറിൽ ഓടിക്കുന്നതിന് സാമൂതിരിയുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ തന്റെ പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞാലി മരക്കാർ നേതൃത്വം കൊടുത്ത ഒരു മാപ്പിള സൈന്യം, ലൈക്ക് ഒരു സാമൂതിരിയുടെ സൈന്യം എന്ന് പറയാതെ അദ്ദേഹത്തിന്റെ ഒരു ഓൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കബ്രാളിനെതിരെ അറ്റാക്ക് ചെയ്യുന്നത്. കാരണം നാട്ടിലെ ഇറങ്ങി നടന്നാൽ ജനജീവിതവും ദുസ്സഹമാകുന്നു, നാട്ടിലെ കുടിലുകൾ കത്തിക്കുകയും ചെയ്തപ്പോൾ ജനവികാരം അനുകൂലമായി. അപ്പൊ അങ്ങനെയാണ് ആ അറ്റാക്കിലാണ് ഈ കബ്രാൾ ഇവിടുന്ന് മടങ്ങിപ്പോകുന്നത്. അത് കഴിഞ്ഞ് ഗാമയുടെ രണ്ടാം വരവ്. ഇതാണ് കേരള ചരിത്രത്തിൽ, മലബാർ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു സംഭവം നടക്കുന്നു. മലബാറിന്റെ അറബിക്കടലിന്റെ തീരം പ്രക്ഷുബ്ധമാകുന്ന ഏറ്റവും ദാരുണമായ സംഭവം നടക്കുന്നത് 1502 ഒക്ടോബർ മാസം 2-ാം തീയതി കോഴിക്കോടങ്ങാടിയിലെ പൗരപ്രമുഖനായിരുന്ന ഖോജ കാസിമിന്റെ അനുജൻ ഖോജ സയ്യിദിന്റെ കപ്പലിൽ ഹജ്ജ് തീർത്ഥാടനം കഴിഞ്ഞു വരുന്ന 300-ൽ പരം ആളുകൾ, സ്ത്രീകളും കുട്ടികളും അടക്കം ഏതാണ്ട് 300-ൽ പരം വരുന്ന ആളുകൾ ഈ പന്തലായിനി കടപ്പുറത്ത് അടുത്തപ്പോൾ വാസ്കോഡിഗാമയുടെ സൈന്യം വളയുകയാണ്. ഈ കപ്പലിൽ ഉള്ള ഏറ്റവും വലിയ ഉണ്ടായിരുന്ന ഒരു സംഭവം, ഈജിപ്തിലെ ഈ ഹജ്ജ് തീർത്ഥാടനം കഴിഞ്ഞ് ഇവർ വരുമ്പോൾ ഈജിപ്തിലെ സുൽത്താന്റെ പ്രതിനിധിയായ ജോവാർ എന്ന് പറയുന്ന ആൾ ഈജിപ്തും കാലിക്കറ്റുമായിട്ടൊരു വേറൊരു കൊമേഴ്സ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈജിപ്തിലെ സുൽത്താന്റെ പ്രതിനിധിയായി അദ്ദേഹത്തെ അയച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് ഗോൾഡ് സാധനങ്ങൾ ഉണ്ടായിരുന്നു. വലിയ സമ്പത്തുമായിട്ടാണ് വരുന്നത്. അപ്പൊ സാമൂതിരിക്ക് കാഴ്ചവെക്കുകയും ഒരു കൊമേഴ്സ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇവർ വരുന്നത്. ഈ ജോവാർ അടക്കമുള്ള ആളുകൾ പറഞ്ഞു, ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ സ്വതന്ത്രരാക്കുകയാണെങ്കിൽ നിങ്ങളുടെ കപ്പലിൽ നിറച്ച് സാധനങ്ങൾ ഞങ്ങൾ ഫ്രീ ആയി തരാം എന്ന് പറഞ്ഞിട്ടും 7 ദിനരാത്രങ്ങൾ ചരിത്രകാരന്മാർ പറയുന്ന ഇതിന്റെ ദൃക്സാക്ഷിയായ പോർട്ടുഗീസുകാരനായ ലോപ്സ് എന്ന പോർട്ടുഗീസുകാരൻ പറയുന്നത് 7 ദിനരാത്രങ്ങൾ നടന്ന ദാരുണമായ പീഡനം, കപ്പലിനുള്ളിൽ നടന്ന പീഡനം വർണ്ണിക്കുവാൻ വാക്കുകൾ അതീതമാണെന്ന്. 20 കുട്ടികളെ ലെസ്ബിയൻ സന്യാസാശ്രമത്തിൽ നേർച്ചയായി നേർന്ന 20 കുട്ടികളെ മാത്രം മാറ്റി നിർത്തി ഈ കപ്പലിലെ മുഴുവൻ സ്വത്തുക്കളും ഗാമയുടെ കപ്പലിലേക്ക് മാറ്റുകയും ഈ കപ്പലിനെ അറബിക്കടലിന്റെ തീരത്ത് വെച്ച്, പുറംകടലിൽ വെച്ച് ഈ കപ്പൽ അഗ്നിക്ക് കൊടുക്കുകയാണ്. അറബിക്കടലിന്റെ തീരത്ത് നിന്നുകൊണ്ട് തീപ്പന്തം പോലെ
വാസ്കോ ഡ ഗാമ കത്തിച്ച കപ്പൽ ഈ തീപ്പന്തം പോലെ അണയുമ്പോൾ ഹജ്ജ് തീർത്ഥാടനം കഴിഞ്ഞ അവർ തക്ബീർ ഗുളികളാൽ അവർ ഒരുപക്ഷെ വീരമൃത്യു അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് ലയിച്ചു പോകുന്ന ചരിത്രത്തിലെ ഏറ്റവും ദുരന്തമായ അല്ലെങ്കിൽ കേരള ചരിത്രത്തിന്റെ മുഖത്തിന് അപമാനമേൽക്കുന്ന സംഭവം നടക്കുന്നത് ഇതാണ്. ഈ സംഭവം കടപ്പുറത്ത് അറിഞ്ഞപ്പോഴാണ് കടപ്പുറം ലൈവ് ആകുന്നതും വാസ്കോ ഡ ഗാമ കോഴിക്കോട് കപ്പൽ അടുപ്പിക്കാതെ അന്ന് നാട്ടുരാജ്യങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ, തൊട്ടപ്പുറത്തെ രാജ്യങ്ങൾ. വാസ്കോ ഡ ഗാമ പോകുന്നത് കണ്ണൂരിലെ കോലത്തിരിയുടെ അതിഥിയായിട്ടാണ്. കാരണം കാലിക്കറ്റിലേക്ക് കപ്പൽ അടുപ്പിച്ചാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം വാസ്കോ ഡ ഗാമയുടെ കപ്പലുകളെല്ലാം അവിടെ നങ്കൂരമിട്ടുള്ള കപ്പലുകളെല്ലാം കണ്ണൂരിലേക്ക് കണ്ണൂരിലെ കോലത്തിരി ഈ സന്ദർഭം തന്ത്രപ്രധാനമായി വിനിയോഗിച്ചു. അതാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ദുഃഖകരമായ സത്യം. ഒരു രാജാവിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത രാജാവ് അവന്റെ ശത്രുവിനെ മിത്രമായി സ്വീകരിച്ച് നമുക്ക് വിരുന്നൊരുക്കി. ഇതാണ് ഇന്ത്യ ചരിത്രത്തിലെ നമ്മൾ പഠിക്കുമ്പോൾ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ചരിത്രത്തിലെ ദുഃഖകരമായ മറ്റൊരു സ്റ്റേറ്റ്. ഞാൻ എന്റെ ഡെപ്തിലോട്ട് പോകുന്നില്ല. അങ്ങനെ കോലത്തിരി ബാക്കി സാധനങ്ങളൊക്കെ കൊടുത്ത് അവരുമായിട്ടൊരു കരാറുണ്ടാക്കി അവിടുന്ന് പ്രോഡക്റ്റ് ഈ കപ്പലിൽ നിറച്ച് അവർ തിരികെ പോകുക. അതിനുശേഷം ഗാമ വീണ്ടും സാമൂതിരിയെ സമീപിക്കുന്നു. അറബികൾക്കെതിരെയും നാട്ടു മുസ്ലിങ്ങൾക്കെതിരെയും നാട് കടത്താൻ ഗാമ ആവശ്യപ്പെടുന്നു. സാമൂതിരി വഴങ്ങിയില്ല. 1502 നവംബർ 2 കടപ്പുറത്തെ വീടുകളും പണ്ടികശാലകളും വീണ്ടും ഗാമയും അനുയായികളും കത്തിക്കുന്നു. സാമൂതിരി ഗാമയ്ക്കെതിരെ ആ സമയത്താണ് സാമൂതിരി വീണ്ടും കുഞ്ഞാലി മരക്കാരുമായിട്ട് വീണ്ടും ജോയിൻ ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ഒരു നാവിക പടയെ കോജ കാസിമും അന്നത്തെ കോഴിക്കോട് കടപ്പുറത്തെ സമ്പന്നരായിരുന്ന രണ്ടാളുകളായിരുന്നു കോജ കാസിം ആൻഡ് കോജ അൻവർ. ഇവരുടെ സഹായത്തോടു കൂടിയാണ് അന്ന് കുഞ്ഞാലിയുടെ സൈന്യവും മാപ്പിള നായർ സൈന്യവും ശക്തമായി ഈ കോഴിക്കോട് പുറംകടലിലും കടൽ തീരങ്ങളിലും അറ്റാക്സ് വീണ്ടും ഉണ്ടാകുന്നത് ഗാമയുടെ പട്ടാളവുമാണ്. ഇത് വലിയ ആ സമയത്തൊക്കെ കുഞ്ഞാലി കുടുംബം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ കൊടുത്തിട്ടുള്ള ധീരോദാത്തമായ നേതൃത്വം നമ്മൾ ആ ചരിത്രരേഖകളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന സന്ദർഭങ്ങളാണ്. ആയിരക്കണക്കിന് കുട്ടികൾ, ആയിരക്കണക്കിന് യോദ്ധാക്കൾ അനാഥമാകുന്ന സന്ദർഭമാണ്. അവരെയും നമ്മൾ കൊന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ ആളുകളെ അവരെയും കൊന്നിട്ടുണ്ട്. കാരണം വലിയൊരു പടയില് ഒരു ബ്രിട്ടീഷ് ഒരു യൂറോപ്യൻ പട എന്ന് പറയുമ്പോൾ അവരുടെ എന്തെല്ലാം മെറ്റീരിയൽസ് ഉണ്ട്. പക്ഷെ ഇവരുപയോഗിച്ചുകൊണ്ടിരുന്നൊക്കെ ചെറിയ ടൈപ്പ് സംഭവങ്ങളായിരുന്നു. ഇപ്പൊ അന്നത്തെ കാലത്ത് ഒരു ബ്രിട്ടീഷ് 1745 ബുക്കിലെ ഒരു ചിത്രമാണ് നിങ്ങൾക്കാണ്. ചെറിയ ഭാരം കുറഞ്ഞ വള്ളങ്ങളാണ് ഉപയോഗിക്കുന്നത്. അവരുടെ ഭാരം കൂടിയ സാധനങ്ങളാണ്. അപ്പൊ ഇത് വെച്ചിട്ട് പോയി ഒളിപ്പോരാക്രമണം നടത്തിയിട്ട് അടിച്ചിട്ട് കടന്നു കളയുക. അതായിരുന്നു ഈ കുഞ്ഞാലിമരക്കാരുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റൈൽ. ഇത് കോഴിക്കോടിനെ കുറിച്ച് 1572 ഒരു ചിത്രമാണ്. നിങ്ങൾക്ക് ഒരു സ്കെച്ചാണ്, കരിചിത്രമാണ്. അപ്പൊ കോഴിക്കോട് പട്ടണത്തെ കുറിച്ചൊക്കെ ഉള്ള ഒരു വിവിധ ടൈപ്പ്, അതായത് പല ഈ സഞ്ചാരി സാഹിത്യകാരന്മാരൊക്കെ വരുമ്പോൾ അവര് ചിത്രകാരന്മാരെ ഉപയോഗിച്ച് യഥാതഥ വരയ്ക്കും. അതായിരുന്നു സഞ്ചാര സാഹിത്യകാരന്മാരുടെ ഒരു പ്രത്യേകത. അവരത് ഡോക്യുമെന്റ് ആയിട്ട് സൂക്ഷിച്ചു വെച്ചു. നമ്മുടെ ആളുകൾ ഇതിലെ കത്തിച്ചു വരും, അവരിത് സൂക്ഷിച്ചു വെച്ചിരുന്നു. അതുകൊണ്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, പല രാജ്യത്തെ കപ്പലുകൾക്ക് പല ബ്രാൻഡഡ് ടൈപ്പിലുള്ള മോഡൽസാണ്. അപ്പൊ ആ കോഴിക്കോട് അവര് കണ്ട കാഴ്ചയാണ് വിവിധ മോഡലിലുള്ള വിവിധ ഷേപ്പിലുള്ള കപ്പലുകൾ കോഴിക്കോടങ്ങാളിയുടെ കോഴിക്കോട് കടപ്പുറത്തിന്റെ ഒരു ചിത്രം അന്ന് അവർ സൂക്ഷിച്ചതാണ്. ഞാനത് സേവ് ചെയ്ത് വെച്ചതാണ്. തീരുകയാണ് 1505. അപ്പൊ ഇതോടുകൂടി ഗാമ വീണ്ടും തോൽവി സംബന്ധിച്ച് പോവുകയാണ്. 1505 നവംബറിൽ പോർച്ചുഗീസ് പ്രതിനിധി അൽ ബുക്കർക്ക് സൈന്യവുമായി വീണ്ടും കോഴിക്കോട്ടെത്തി. അതൊരു വൻ സൈന്യമായിരുന്നു. ലൈക്ക് അമേരിക്കൻ ആർമിയൊക്കെ മൂവ് ചെയ്യുന്ന പോലുള്ള ഒരു വൻ അവർ വന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വരവ് ഈ ടൈമിലാണ്. 1510 ജനുവരി 3 പട്ടണം പൂർണ്ണമായും ആക്രമിക്കുന്നു. കുറ്റിച്ചിറയിലെ മിസ്കാൽ പള്ളി കത്തിക്കുന്നു. സാമൂതിരിയുടെ കോവിലവും കൊള്ളയും. പള്ളിയുടെ മുൻവശത്ത് മാപ്പിള നായർ സൈന്യം നടത്തിയ പോരാട്ടത്തിനൊടുവിൽ പറങ്കികൾ പുറംകടലിലെ കപ്പലിലേക്ക് രക്ഷപ്പെടും. അവിടെയാണ് ഈ കുറ്റിച്ചിറ പള്ളിയുടെ മുമ്പിൽ ഒരു സാമൂതിരിക്ക് നേരിട്ട് പങ്കെടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. കുറ്റിച്ചിറ പള്ളിയുടെ ഫ്രണ്ടിലാണ് ഈ യോഗം നടന്നതെന്നാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. 1513 സാമൂതിരി പറങ്കികളുമായി വീണ്ടും തെങ്കരയിലെത്തി. വ്യാപാര ഉടമ്പടി പിന്നെയും വെച്ചു. കോട്ട കെട്ടാൻ അനുവാദം നൽകി. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് കോട്ട ഇന്നത്തെ കോഴിക്കോട് ബീച്ച് ഹോട്ടലിൽ ഇരിക്കുന്ന സ്ഥലത്ത് അന്ന് നിലവിൽ വന്നു.
ഇതോടെ കുഞ്ഞാലി മരക്കാർ സാമൂതിരിയിൽ നിന്നും പൂർണ്ണമായി അകലുന്നു. മരക്കാർ സൈന്യം 1523 10 പറങ്കിക്കപ്പലുകൾ പിടിച്ചു. കോഴിക്കോട് സംഘർഷമുണ്ടായി. 1524 വലിയ ലഹള. സാമൂതിരി ഉടമ്പടി വീണ്ടും പിൻവലിക്കുന്നു. 1531 പട്ടണത്തിന് പുറത്ത് ബേപ്പൂർ അഴിമുഖത്ത് ചാലിയത്ത് കോട്ട കെട്ടാൻ വീണ്ടും അവർക്ക് അനുവാദം കൊടുത്തു. പറങ്കികൾ നാട്ടുമുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നു. സാമൂതിരി വിഷമിക്കുന്നു. വൻ സംഘർഷമുണ്ടാകുന്നു. ചാലിയംപള്ളിയിൽ വീണ്ടും യോഗം നടക്കുകയാണ്. പറങ്കികൾക്കെതിരെ നായർ മാപ്പിള സൈന്യം വീണ്ടും ഒന്നിക്കുന്നു. കാസി അബ്ദുൾ അസീസും സാമൂതിരിയും യോഗത്തിന് നേതൃത്വം നൽകുന്നു. ഹജ്ര വർഷം 977 സഫർ 24 ഐ ഡോണ്ട് നോ ദ AD കലണ്ടർ. ചാലിയം കോട്ട ഉപരോധിക്കുന്നു. 977 ജമാഅത്തുൽ ആഹിർ 16 അതും നിങ്ങളുടെ ഇസ്ലാമിക് വർഷമാണ്. ചാലിയം കോട്ട കീഴടക്കുന്നു. ഈ സംഭവത്തിന്റെ ചിത്രീകരണം കാസി മുഹമ്മദ് എഴുതിയ ഫത്ഹുൽ മുബീൻ എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ബ്രിട്ടീഷ് ലൈബ്രറിയിലെ ഇന്ത്യൻ ലൈബ്രറി റിക്കാർഡ്സിൽ ഉണ്ട്, ലണ്ടനിലുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യ ഓഫീസ് ലൈബ്രറിയിൽ 500 വരികളുള്ള അറബി കവിതകളുടെ ഒരു സമാഹാരം സാമൂതിരിയും പറങ്കികളും തമ്മിലുള്ള യുദ്ധം പരാമർശിക്കുന്ന ഒരു ഡോക്യുമെന്റും ഈ ലണ്ടനിലെ നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഫീസ് ലൈബ്രറിയിലുണ്ട്. എനിക്കൊരു സാധ്യത മനസ്സിൽ നില വായിച്ചപ്പോൾ തോന്നിയത്, ഇവിടുത്തെ ഈ UAE-യുടെ ലണ്ടനിലുള്ള ബ്രിട്ടീഷ് അംബാസിഡറുമായിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ റിക്വസ്റ്റ് കൊടുത്താൽ അവിടുത്തെ അവർ വഴി വിചാരിച്ചാൽ ഒരുപക്ഷെ ഈ ഡോക്യുമെന്റ് നമുക്ക് എടുക്കാൻ സാധ്യത കിട്ടും. ഇതൊക്കെ കോൺഫിഡൻഷ്യൽ റിക്കാർഡ്സ് ആണ്, നമുക്ക് അല്ലാതെ കിട്ടൂല. പ്രത്യേകിച്ച് അറസ്റ്റിന്റെ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് ഈ അറബിയിൽ എന്ന് എഴുതിയെന്ന് വെച്ചാൽ, ഈ സാമൂതിരിയുമായി നമ്മൾ യുദ്ധം ഗാനയുമായി യുദ്ധം നടക്കുമ്പോൾ അന്ന് ആളും അർത്ഥവും ആയുധവുമുള്ള സാമൂതിരി അടക്കമുള്ള ആളുകൾ പിന്തുണച്ചുകൊണ്ടുള്ള ആ യുദ്ധത്തിൽ അന്നത്തെ ഈ കുഞ്ഞാലി മരക്കാരുടെ കയ്യിലുള്ള ചെറിയ കപ്പലുകളും ചെറിയ കളിവള്ളങ്ങളും ആയുധസജ്ജരായ മനോബലമുള്ള ചെറുപ്പക്കാർക്കും സാമ്പത്തിക സ്രോതസ്സൊക്കെ കൊടുത്തിരുന്നത് ഈ അറബ് ട്രേഡേഴ്സ് ആയിരുന്നു. ഈ വീരമുക്തി വരിച്ച പല കുടുംബങ്ങളെയും സഹായിച്ചിരുന്നത് ഇവിടുത്തെ ഈ അറബ് കമ്മ്യൂണിറ്റീസ് ആയിരുന്നു. അപ്പൊ ഇവരെ ഇത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അറബിയിൽ ഇങ്ങനൊരു സംഭവം ഈ കാസിം രചിക്കുന്നത്. അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മുടെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചെന്ന് പറഞ്ഞു. ഈ ആദ്യത്തെ മലയാള പരിഭാഷ കാലിക്കറ്റിൽ അവൈലബിൾ ആണെന്നാണ് കാലിക്കറ്റ് ലൈബ്രറിയിൽ അവൈലബിൾ ആണെന്നാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. ഐ ഡോണ്ട് നോ, എന്റെ കയ്യിലില്ല, പക്ഷെ ഇൻഫർമേഷൻ കിട്ടി. എന്തായാലും 1595 കുഞ്ഞാലി 4 രംഗപ്രവേശനം ചെയ്യുന്നു. ശക്തമായ യുദ്ധം വരുന്നു. സാമൂതിരിയുടെ രാജാധികാരത്തെ ചോദ്യം ചെയ്ത യുദ്ധങ്ങൾ, അതാണ് തന്റേടമായി അദ്ദേഹം നിലപാടെടുക്കുന്നത്. അതാണ് കുഞ്ഞാലി സ്ട്രോങ് ആകുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകുന്നത്. സാമൂതിരിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് അത് നിവൃത്തിയില്ലാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ എടുത്ത തീരുമാനമാണ്. അതാണ് അതിന്റെ റിയൽ ഫാക്ട്. പറങ്കി സാമൂതിരി സൈന്യം കുഞ്ഞാലിയെ കീഴടക്കുന്നു. സത്യത്തിൽ കുഞ്ഞാലി മരക്കാർ കീഴടങ്ങുന്നത് തന്റെ പഴയ യജമാനായ സാമൂതിരിയുടെ മുമ്പിലാണ്. അതും ഒരു ചതിവിന്റെ പേരിലാണെന്നാണ് ഹിസ്റ്റോറിയൻസ് അഭിപ്രായപ്പെടുന്നത്. കാരണം അവർക്ക് നിവൃത്തിയിൽ 40 ദിവസത്തോളം നീണ്ടുന്ന യുദ്ധമാണ്. ഈ പള്ളി കേന്ദ്രീകരിച്ചുള്ള ആ സമയത്തെ ഇഷ്യൂസ് അവസാനം സാമൂതിരി രഹസ്യ ഉടമ്പടിയോടുകൂടി സാമൂതിരിയുടെ അനുവാദത്തോടുകൂടി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മൗനാനുവാദത്തോടെയാണെങ്കിൽ പോലും സാമൂതിരിയുടെ കയ്യിൽ നിന്നും ഈ കുഞ്ഞാലി മരക്കാരെ ഗോവയിൽ കൊണ്ടുപോകുന്നതും നിഷ്ഠൂരമായി അവിടെ വെച്ച് വധിക്കുന്നതും അതിനുശേഷം അദ്ദേഹത്തിന്റെ തല പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഇതാണ്. ഈ സംഭവത്തോടുകൂടിയാണ് വാസ്തവത്തിൽ കോഴിക്കോട് കടപ്പുറത്തെ നാട്ടു മുസ്ലിങ്ങൾ സംഘർഷപൂരിതമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങുവാൻ ജീവൻ ബലി കൊടുത്ത് അവരുടെ അവസാനത്തെ ധർമ്മസമര യുദ്ധത്തിന്റെ ഒരു രംഗമാണ് ചരിത്രകാരന്മാർ ഈ ഭാഗത്ത് വർണ്ണിക്കുന്നത്. ചാലിയം യുദ്ധത്തോടുകൂടി ഒരു വലിയ ശക്തിയായി പിന്നീട് അവിടുത്തെ നാട്ട കമ്മ്യൂണിറ്റി വളർന്നത് ഇവിടെ നിന്നാണ്. കടലിൽ നിർഭയം സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം കുഞ്ഞാലി മരക്കാരുടെ മരണത്തിന് ശേഷവും ബാക്കിയുണ്ടായിരുന്ന ആ സമൂഹം ഒന്നിച്ചിരുന്നുകൊണ്ട് പോരാടിയപ്പോഴാണ് വീണ്ടും അറബിക്കടലിൽ സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ അവരുടെ അവസാന യുദ്ധ സമയത്ത് ഡച്ചുകാരോട് വരുന്നതും 1604 നവംബർ 11 പറങ്കികളോട് ഏറ്റുമുട്ടി കമാൻഡർ ഡെൽ ഫാൻ കോഴിക്കോട്ടെത്തിയോടുകൂടി പോർച്ചുഗീസ് മേധാവിത്വം കോഴിക്കോട് നിന്ന് മാറുകയും ഒരു സ്വൈര ജീവിതത്തിലേക്ക് കോഴിക്കോടിനെ സമാധാനാന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നതും ഈ കാലഘട്ടത്തിലാണ്. എന്നാൽ ഞാനിത് പറഞ്ഞത് കോഴിക്കോടിന്റെ പ്രദേശത്ത് കാൽ ചവിട്ടാതെ
വെളിയിൽ ദൂരെ മാറി നിന്ന് ഹിസ്റ്റോറിക് റെക്കോർഡ്സിനെ മാത്രം ബേസ് ചെയ്ത് നടത്തിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഐ ഇൻട്രസ്റ്റഡ് ടു വിസിറ്റ് ഇൻ കാലിക്കറ്റ് ഈ നെക്സ്റ്റ് ഓഗസ്റ്റ് എന്ന് തോന്നിയിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2-3 പടങ്ങൾ നിങ്ങളെ കാണിക്കാം. ഇത് കൂടാതെ തന്നെ ഈ പോർട്ടുഗീസുകാരുമായിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നടത്തിയ ഒരു ഇഷ്യൂ ഉണ്ട്. ഈ അക്കാലഘട്ടങ്ങളിൽ പോർട്ടുഗീസ് മേധാവിത്വം എന്ന് പറയുന്ന ലാറ്റിൻ കാത്തലിക്സിന്റെ ടീമാണ് പോർട്ടുഗീസുകാരെന്ന്. അന്ന് AD 52 സെന്റ് തോമസ് ഇന്ത്യയിൽ വരുമ്പോഴാണ് ഇന്ത്യയിൽ ക്രിസ്തുമതം വ്യാപിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ കൂടുതലായിട്ട്. അപ്പോ അന്നത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ പേർഷ്യൻ നാടുകളിൽ നിന്നായിരുന്നല്ലോ കപ്പലുകൾ വന്നിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന അന്ത്യോക്യ, എഡേസ, പേർഷ്യൻ നാടുകളിലെ അറബ് ബിഷോപ്സ് ആയിരുന്നു മിഷണറിമാരായിട്ടാണ് ഇന്ത്യയിൽ വന്നിരുന്നത്. അവരായിരുന്നു ഇന്ത്യയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ മതപ്രചരണം നടത്തിയിരുന്നത്. അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലിറ്റർജിക്കൽ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ സിറിയക്കായിരുന്നു. ജീസസ് ക്രൈസ്റ്റ് സംസാരിച്ച അറാമിയ ഭാഷയിലുള്ള സിറിയക് ലിറ്റർജി ആയിരുന്നു. ഈ സിറിയക് ഡോക്യുമെന്റ് 1506 ക്ലോഡിയസ് ബുക്കാരൻ എന്ന് പറയുന്ന ഈ CMS മിഷണറി വരുമ്പോഴാണ് ഈ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്രിസ്ത്യൻ ചർച്ചുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിറിയക് ബൈബിൾ അദ്ദേഹമാണ് ഇതെടുത്തിട്ട് ബോംബെയിലെ ക്യൂറിയൻ പ്രസിൽ കൊണ്ടുപോയി അവിടെ വെച്ചാണ് കല്ലക്ഷരത്തിൽ അന്ന് മലയാള അക്ഷരം കല്ലക്ഷരമാണ്, ഇത് ട്രാൻസ്ലേഷൻ ചെയ്തു കായംകുളത്തുള്ള ഒരാളെ കൊണ്ട് ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് പ്രിന്റ് ചെയ്ത് ആ പുസ്തകം ഇന്നും അവൈലബിലിറ്റി ഉണ്ട്. അതിന്റെ കോപ്പി കേരളത്തിലുണ്ട്, പല വീടുകളും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്ന, അതായത് ഈ പേർഷ്യൻ നാടുകളിലെ അന്ത്യോക്യൻ ലിറ്റർ, അതായത് നിങ്ങൾക്ക് ഒരുപക്ഷെ ചരിത്രത്തിൽ പോപ്പിനെ അംഗീകരിക്കുന്ന ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും അന്ത്യോക്യൻ പൈത്യാസിനെ അംഗീകരിക്കുന്ന മറ്റൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. അപ്പൊ ഈ അന്ത്യോക്യൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ സിറിയക് ലിറ്റർജിക്കൽ മുഴുവൻ ഗ്രന്ഥങ്ങളും ഈ പോർട്ടുഗീസുകാർ വാസ്കോഡിഗാമയുടെ അവർ അധികാരത്തിന്റെ സമയത്ത് മെനസിസ് എന്ന് പറയുന്ന ഒരു ബിഷോപ്പിനെ കൊണ്ടുവന്നിട്ട് അവരുടെ പവർ ഉപയോഗിച്ച്, കൊച്ചി രാജാവിന്റെ പവർ ഉണ്ടായിരുന്നു, ആ ഉപയോഗിച്ച് അവരൊരു സിനോഡ്, അതാണ് ഉദയംപേരൂർ സിനോഡ് എന്ന വലിയ ഒരു സിനോഡ്, അവിടെ വെച്ച് ഇത് മുഴുവൻ കത്തിച്ചു കളഞ്ഞപ്പോൾ അതിനെതിരെ 1653 ജനുവരി മാസം 3-ാം തീയതി ഈ മട്ടാഞ്ചേരി പള്ളിയിൽ വെച്ച് 25,000 നസ്രാണി കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്ന പോർട്ടുഗീസുകാർക്കെതിരെ സമരം നടത്തുന്ന ഐതിഹാസികമായ കൂനൻ കുരിശ് സത്യം എന്ന് പറയുന്ന ചരിത്ര സത്യത്തിന്റെ ഒരു രേഖയാണിത്. എങ്ങനെയാണ് ഈ കൂനൻ കുരിശ് സത്യം ഉണ്ടായെന്ന് വെച്ചാൽ, ഈ കുരിശിലെ ഒരു 25,000 പേർക്ക് ഒന്നിച്ച് ഇതിൽ തൊട്ട് സത്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഒരു വടം കിട്ടി ഈ കുരിശിന്റെ മണ്ടയ്ക്ക്. അപ്പൊ ഇയാളെല്ലാം കൂടെ ഈ ബാക്കിയുള്ള വടം ഇങ്ങോട്ട് പിടിച്ചപ്പോ ഇത് സത്യം ചെയ്ത ആവേശമല്ലേ, മുദ്രാവാക്യം പിടിക്കും, ഈ കുരിശ് താഴോട്ട് കൂണി. അതാണ് ചരിത്ര പ്രസിദ്ധമായ കൂനൻ കുരിശ് സത്യം. അന്നത്തെ സത്യപ്രതിജ്ഞ ഇതാണ്. മെനസിസ് മെത്രാനെയും സമ്പാളൂർ പാതിരിമാരെയും, സെന്റ് പോൾസ് സെമിനാരി എന്ന് പറഞ്ഞ ഇവരെ ഇംപ്ലിമെന്റ് ചെയ്തൊരു സെമിനാരിയാണ്. മെനസിസ് മെത്രാനെയും അന്നത്തെ ബിഷപ്പാണ്, ഈ ലാറ്റിൻ ബിഷപ്പാണ്. സമ്പാളൂർ പാതിരിമാരെയും ഞങ്ങളും ഞങ്ങളുടെ സന്തതികളും അനുസരിക്കുകയില്ല എന്ന് 3 പ്രാവശ്യം സത്യം ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു സത്യമാണ് ഇത്. ഇന്നും ഇന്ത്യയിൽ പോപ്പിനെ അംഗീകരിക്കാത്ത ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ശ്രീ ഓർത്തഡോക്സ് ചർച്ച് എന്ന് ഇന്നും നിലനിൽക്കുന്നു. അപ്പൊ ഇവര് പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് ആണ്. ഇത് കോഴിക്കോടിന്റെ കുഞ്ഞാലിമരക്കാർ പ്രശ്നം കോഴിക്കോട് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോഴത്തെ ക്രിസ്ത്യൻ ബെൽറ്റിലെ ഇവൻ ചെങ്ങന്നൂര്, ഇവൻ തിരുവല്ല, സെനട്രാവൻകൂർ മേഖലകളിലൊക്കെ നടത്തിയിട്ടുള്ള ഇഷ്യൂസ് വേറെ പലതുമാണ്. അതെല്ലാം ഈ മൊത്തത്തിലെ ലാറ്റിനുകൾക്കെത്തിക്കാവുന്ന ഒരു ഇഷ്യൂവിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇങ്ങനെ ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് രസകരമായ സംഭവങ്ങളും നമ്മളെ കരയിപ്പിക്കുന്ന രംഗങ്ങളും ആളുകൾക്ക് അപ്രിയം ഉണ്ടാക്കുന്ന സത്യങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഒരു തന്റേടമുണ്ടെങ്കിൽ നമുക്ക് പറയാൻ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ് ആർക്കും നശിപ്പിക്കണം. അതുകൊണ്ടാണല്ലോ അമേരിക്ക ഇറാഖ് പിടിച്ചപ്പോൾ ആദ്യം ചെയ്തത് എണ്ണപ്പാടങ്ങളിലേക്കല്ല ഒരു പോയി ഡോക്യുമെന്റ് മുഴുവൻ കത്തിക്കുന്നതിനകം. അപ്പൊ ഡോക്യുമെന്റുകൾ കളക്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന് നമുക്ക് ഈ ഒരു കൊച്ചു കൂട്ടായ്മയ്ക്ക് ഈ UAE ഒരുപാട് നല്ല ആളുകളുണ്ട്, ചിന്തിക്കുന്ന ആളുകളുണ്ട്. കേരളത്തിലൊന്നും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയെ നിങ്ങൾക്ക് വിളിച്ചുകൂട്ടാൻ പറ്റില്ല. ഇവിടുത്തെ പ്രവാസി സംഘടനകളുടെ സാരഥികളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്കിവിടുത്തെ നമുക്ക് സംരക്ഷണം നൽകുന്ന, ഇന്നും നമുക്ക് സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ അറബ് കമ്മ്യൂണിറ്റിയിലെ കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ അതിന്റെ ലീഡേഴ്സുമായിട്ട് ഒഫീഷ്യലായിട്ട് ഡോക്യുമെന്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഇന്ററാക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഈ കൾച്ചറൽ റിലേഷൻഷിപ്പിനെ വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യുവാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുവാൻ കഴിയും. ഞാൻ അൻവറിനോട് ഒരിക്കൽ പറഞ്ഞു, ഇന്നും അതായത് കോഴിക്കോട് സാമൂതിരിയെ കൊണ്ട് എന്തുകൊണ്ടാണ് ഈ കുഞ്ഞാലിമരക്കാരെ ഒറ്റിക്കൊടുക്കുവാൻ അവസരം ഉണ്ടാക്കിയത്? കൊട്ടാരത്തിന്റെ അകത്ത് ഭരണാധിപന്മാരുടെ അകത്തളങ്ങളിൽ
ഈ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിരുന്നു. അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അതുതന്നെയാണ് ഇപ്പോഴും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കമ്മ്യൂണൽ റിലേഷൻഷിപ്പ്, ഇന്ത്യയിൽ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായിരുന്ന ഈ കേരളം ഇന്നത്തെ പത്രമാധ്യമങ്ങളും മീഡിയാസും ഒക്കെ കണ്ടാൽ ഇത് വീണ്ടും നശിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് പോവാം. ഞാൻ ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണ്, ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ അത്തരമൊരു അന്തരീക്ഷത്തിനെ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്യുവാൻ കഴിയുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിന് നമുക്ക് നേതൃത്വം കൊടുക്കുവാൻ കഴിയും. പാണക്കാട് കുടുംബവും തിരുവിതാംകൂർ കുടുംബവും തമ്മിൽ ഒരു ഡയലോഗ് നടത്തും, കൂടിക്കാഴ്ച നടത്തിയാൽ. കേരളത്തിൽ ബൗദ്ധികമായി ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ തിരുവിതാംകൂർ കൊട്ടാരത്തിലുണ്ട്. ഇപ്പോഴത്തെ മഹാരാജാവ് വിത്തിൻ ഷോർട്ട് ടൈമിൽ കാലയവനിക്കുള്ളിലേക്ക് പോകും, ഹോസ്പിറ്റലിൽ പോകുന്നു, വീണ്ടും തിരിച്ചു വരികയാണ്. അദ്ദേഹത്തിന് വലിയ ഹിസ്റ്ററി വിഷയങ്ങൾ വലിയ താല്പര്യമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ ഫോട്ടോഗ്രാഫ് കളക്ഷൻസും അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഐ ഹാവ് ടു മെനി ലിമിറ്റേഷൻസ്. മരിച്ചു പോകാൻ സാധ്യതയുള്ള പല ആളുകളും ഇപ്പോഴും നിലനിൽക്കുക. ഞാൻ ആളുകളുടെ ഇന്ററാക്ഷൻസ് പറയാം. നമ്മുടെ പല രേഖകളും അജണ്ടയോടുകൂടി തന്നെ, ഇവൻ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, കേരള യൂണിവേഴ്സിറ്റി ചിത്രരേഖ മഹാരാജാവ് അധികാരം വിട്ടൊഴിയുമ്പോൾ കേരള യൂണിവേഴ്സിറ്റിക്ക് മുഴുവൻ സമ്പന്നമായ അന്നത്തെ തിരുവിതാംകൂർ സർവകലാശാല മുഴുവൻ കൊടുത്തപ്പോൾ ഒന്നും കോപ്പി എടുത്ത് വെക്കാൻ കഴിയുന്നില്ല. അതിൽ പലതും രാഷ്ട്രീയ അജണ്ടയോടുകൂടി അതിൽ പല രേഖകളും നശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാൻ പറ്റുമെന്നറിയില്ല, കേരളത്തിലും ഇന്ത്യയിലും ചരിത്ര രേഖകൾ നശിപ്പിച്ചിട്ടുള്ളത് പാവപ്പെട്ടവരോ അക്ഷരാഭ്യാസമില്ലാത്തവരുമല്ല, ഹിസ്റ്റോറിയൻസ് ആയിട്ടുള്ള, ചരിത്രത്തിൽ ഗവേഷണം നടത്തുന്ന, പൊളിറ്റിക്കൽ അജണ്ടയുള്ള ആളുകളാണ്. സത്യ പി രാമസ്വാമിയുടെ കാലത്ത് ഐൻസ്റ്റീനെ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി, തിരുവിതാംകൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ലെറ്റർ കൊടുത്തപ്പോൾ ഐൻസ്റ്റീൻ തന്ന മറുപടി കത്ത് നമ്മുടെ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. സത്യയോടുള്ള ഒറ്റ വിരോധത്തിന്റെ പേരിൽ ആ കത്ത് അപ്രത്യക്ഷമായി. അപ്പോൾ അതിനൊക്കെ പൊളിറ്റിക്കൽ അജണ്ടകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല. എനിവേ, നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ സംഘടനാ ആളുകളെ ഒരു കോർഡിനേഷൻ വിളിച്ചു കൊടുത്ത് എന്തൊക്കെ സൂനിയറുകളോ എന്തെല്ലാം ഡോക്യുമെന്റോ നമുക്ക് അങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ കഴിയും. അത് നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് ഡിജിറ്റലൈസ് ചെയ്താൽ നാളെയുടെ സമൂഹത്തിന് ഒരു അസറ്റായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ഇതിന് അവസരം തന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഒറിജിനൽ ആക്കില്ല. വളരെ നന്ദി. കേരള യൂണിവേഴ്സിറ്റി ചിത്രരേഖ മഹാരാജാവ് അധികാരം വിട്ടൊഴിയുമ്പോൾ കേരള യൂണിവേഴ്സിറ്റിക്ക് മുഴുവൻ സമ്പന്നമായ അന്നത്തെ തിരുവിതാംകൂർ സർവകലാശാല മുഴുവൻ കൊടുത്തപ്പോൾ ഒന്നും കോപ്പി എടുത്ത് വെക്കാൻ കഴിയുന്നില്ല. അതിൽ പലതും രാഷ്ട്രീയ അജണ്ടയോടുകൂടി അതിൽ പല രേഖകളും നശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാൻ പറ്റുമെന്നറിയില്ല, കേരളത്തിലും ഇന്ത്യയിലും ചരിത്ര രേഖകൾ നശിപ്പിച്ചിട്ടുള്ളത് പാവപ്പെട്ടവരോ അക്ഷരാഭ്യാസമില്ലാത്തവരുമല്ല, ഹിസ്റ്റോറിയൻസ് ആയിട്ടുള്ള, ചരിത്രത്തിൽ ഗവേഷണം നടത്തുന്ന, പൊളിറ്റിക്കൽ അജണ്ടയുള്ള ആളുകളാണ്. സത്യ പി രാമസ്വാമിയുടെ കാലത്ത് ഐൻസ്റ്റീനെ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി, തിരുവിതാംകൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ലെറ്റർ കൊടുത്തപ്പോൾ ഐൻസ്റ്റീൻ തന്ന മറുപടി കത്ത് നമ്മുടെ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. സത്യയോടുള്ള ഒറ്റ വിരോധത്തിന്റെ പേരിൽ ആ കത്ത് അപ്രത്യക്ഷമായി. അപ്പോൾ അതിനൊക്കെ പൊളിറ്റിക്കൽ അജണ്ടകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല. എനിവേ, നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ സംഘടനാ ആളുകളെ ഒരു കോർഡിനേഷൻ വിളിച്ചു കൊടുത്ത് എന്തൊക്കെ സൂനിയറുകളോ എന്തെല്ലാം ഡോക്യുമെന്റോ നമുക്ക് അങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ കഴിയും. അത് നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് ഡിജിറ്റലൈസ് ചെയ്താൽ നാളെയുടെ സമൂഹത്തിന് ഒരു അസറ്റായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ഇതിന് അവസരം തന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.